ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കണ്ടു പായസം മാറിപ്പോകുന്നത് അല്ലെ. വിഷമില്ലാത്ത നല്ല ശുദ്ധമായ പായസം ഫ്രിഡ്ജിൽ നമ്മുടെ കരുണ സൂക്ഷിച്ചിരുന്ന പായസം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കുടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന നമ്മുടെ മുത്തശ്ശിയുടെയും കരുണയുടെയും വിചാരം ആ വിഷം ചേർത്ത പായസമാണ് അവർ കുടിക്കുന്നത് എന്നാണ്. എന്നാൽ വിഷം ചേർത്ത പായസം നമ്മുടെ മഹാലക്ഷ്മിയും അമ്മയും കൂടെ കരുണയ്ക്കെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനിയാണ് ആ പായസം നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനൊക്കെ ആയിട്ട് കുടിക്കുന്നതും. പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞേ അതിന്റെ ആ വിഷം ഉള്ളിൽ ചെല്ലുന്നതിന്റെ ആ ഒരു ഇത് അറിഞ്ഞു തുടങ്ങുകയുള്ളൂ എന്ന് നമ്മുടെ മുത്തശ്ശി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇനി ആ ഒരു അസ്വസ്ഥതകളൊക്കെ വരുന്ന രംഗങ്ങളും നമ്മുടെ മുത്തശ്ശിയും കരുണയും പ്രതാപനും കൂടി ഓടിപ്പോകുന്ന ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യന്റെയൊക്കെ ഓടി അടുക്കുന്ന രംഗങ്ങളും തന്നെ ആയിരിക്കോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മുടെ കരുണ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് കരുണയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ വൈദ്യര് അന്ന് ഈ മരുന്ന് കൊടുത്തപ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു മറുമരുന്നുണ്ട്. അത് കൊടുത്താൽ ഇത് ഭേദമാകുമെന്നും പറയുന്നുണ്ട്. ഈ വിഷത്തിൽ നിന്ന് ഭേദമാകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് ഇവര് വേഗം തന്നെ ഈ വൈദ്യനെ പോയി അന്വേഷിച്ച് മറുമരുന്ന് കഴിക്കുമായിരിക്കും. എന്നിരുന്നാൽ കൂടിയും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ കരുണ പിന്നെ വെറുതെ ഇരിക്കത്തില്ല അല്ലേ. മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു കരുണയുടെ അവസ്ഥ അതിഭീകരം തന്നെയായിരിക്കും. സമനില തെറ്റി ഒരുമാതിരി ഭ്രാന്തിയെ പോലെയാവും നമ്മുടെ കരുണ. എന്നാലും നോക്കാം നമുക്ക് എന്ത് ട്വിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്ന് അല്ലേ. കാത്തിരുന്ന് എന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.